കഥയിലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ഭുവനേന്ദ്രൻ നായർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ശിവദാസ്. എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇപ്പൊ ഞാൻ കൊടുക്കാത്തൊരു സംഭവം മറ്റുള്ളവർ കൊടുക്കണേ? അത് നമുക്ക് കേൾക്കണല്ലോ. ഒരു പെണ്ണ് മറ്റൊരുത്തനാണ്ട് പോകുമ്പോ മറ്റൊരുത്തനെ ആകണ്ട് ഇല്ലാണ്ടാക്കിട്ടാണ് പോണേ. എന്താണ് ഓൻ കൊടുക്കാത്ത? എന്താ മറ്റോന്റെ കിട്ടുക? അങ്ങനെ പലതും എന്റെ കിട്ടാത്ത ഞാൻ പുറത്തു പോയിട്ട് മേടിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ എന്നോട് വരാൻ പറ്റില്ല. ആ തർക്കം ഇവിടെ പ്രസക്തിയല്ല. കാരണം മൊഴി ചൊല്ലി കഴിഞ്ഞു. നല്ല രീതിയിൽ രണ്ടുപേരും രണ്ട് വിധത്തിലായി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് പരാതി തന്നത് എന്തിനാണ്? ചെലവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇപ്പൊ ഇവിടെ തീരുമാനമായിരിക്കുന്നത്. ഇദ്ദേഹം അതിന് കൊടുക്കാൻ തയ്യാറാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞതും. അത് അയാൾ തയ്യാറായി, അയാൾ പറഞ്ഞു. ഇപ്പം അയാളുടെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് 1500 രൂപ കൂടുതൽ ചോദിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. കാരണം അത് വളരുന്നതോറും അവർക്ക് നിങ്ങൾക്ക് കോടതിയോ ഇല്ലെങ്കിൽ ഞങ്ങളെയോ സമീപിച്ചിട്ട് അതിനനുസരിച്ച് ഈ ചെലവ് കൂട്ടിത്തരാൻ പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതിനല്ലാതെ തന്നെ അയാൾ തയ്യാറാണ്. അയാളുടെ പ്രകൃതി വെച്ച് നോക്കുമ്പോൾ അയാൾ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഏതായാലും അത് പിന്നീടുള്ള കാര്യം. ഇപ്പൊ നമുക്ക് ഈ രണ്ട് വ്യവസ്ഥ വെക്കാം. അപ്പൊ അവിടുത്തെ ഏത് ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റോപ്പാണ് നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റണത്? വട്ടംകുളം ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവരെ വീട്ടിന്റെ അടുത്താണോ? തൈക്കാട് ഉണ്ട്. ഇവർക്ക് അടുത്താണോ? വീട്ടിന്റെ അടുത്താണോ? ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മേലെ ഹെൽത്ത് സെന്റർ ആണ്. അവിടേക്ക് വന്ന് നിന്നാല് ഇയാൾക്ക് മക്കളെ കൂട്ടിക്കിട്ടു പോവാം. ഹെൽത്ത് സെന്ററിൽ കൊണ്ട് കൊടുക്കട്ടെ. ഹെൽത്ത് സെന്ററിൽ കൊണ്ടേ കൊടുക്കാന്ന്. ആ ഹെൽത്ത് സെന്ററിൽ നിന്ന് അയാൾ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണ്. ഓക്കെ. അത് രാവിലെ 10 മണിക്ക് കൊടുക്കണം, വൈകിട്ട് 5 മണിക്ക് തിരിച്ചേൽപ്പിക്കണം. അല്ല, തയ്യാറല്ല. ചില ദിവസങ്ങളിൽ വല്ല കല്യാണം കാര്യങ്ങളും മറ്റുള്ള പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ പോവില്ല. അത് വിളിച്ച് പറയണം. പക്ഷെ അത് ഞാൻ വിളിച്ച് പറയും. അത് കുട്ടിയുടെ നമ്പറോ കാര്യങ്ങളൊക്കെ. അല്ല, അത് മാത്രമല്ല, ഈ കുട്ടി ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. അതായത് മക്കള് പോയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, എനിക്ക് അവിടെ നിന്നിട്ട് എന്റെ കയ്യിൽ കൊടുക്കുകയായിട്ട് കുറച്ചൊരു 10 മിനിറ്റ് സംസാരിക്കാലോ. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വാപ്പയിൽ നിന്ന് മക്കളെ അകറ്റുന്നത്. അപ്പൊ ആ കുട്ടികൾ പോവില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതും ആ വാപ്പയെ കുറിച്ച് മോശമായിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുത്തില്ല. വാപ്പാട് മക്കള് ഒരു ഷവർമ്മയ്ക്ക് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒരു ഷവർമ്മ മേടിച്ചു കൊടുക്കാത്ത വാപ്പാനെ മക്കൾ എങ്ങനെ സ്നേഹിക്കും? ഒരു മുട്ടായി ഇയാടെ മകന് 10 മാസമുള്ള മകന് ഭക്ഷണം കഴിക്കുന്ന ആളാണല്ലോ. ആ മകന് കൊണ്ടു കൊടുക്കുമ്പോ എന്തുകൊണ്ട് ഇയാളുടെ മക്കള് തിന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുക. ആ കുട്ടിക്ക് കൊണ്ടേ കൊടുക്കണ്ട, ആ ഭാര്യക്ക് കൊടുക്കണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മുറക്കെ അറിയണേ? ഒരു മിനിറ്റ്. അതൊക്കെ ഇയാളുടെ പെങ്ങള് എന്നോട് സംസാരിക്കാറുണ്ട്. ഇപ്പൊ അയാളുടെ പെങ്ങളാണ് എനിക്ക് ഈ വിവരങ്ങൾ തരുന്നത്. മാഡം ലൈല, ഇപ്പൊ സുബൈർ നിങ്ങളുടെ ആരുമല്ല. അയാൾ അയാളുടെ ഭാര്യയുടെ കൂടെ വേറെ താമസിക്കുന്ന ആ ബന്ധത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനാ? അത് നിന്നോട്ടെ, ഞാൻ അന്വേഷിക്കുന്നില്ല. ഇയാള് അവളോട് തല്ലുകൂടി അപ്പൊ അവൻ എന്റെ ഫോണിലേക്ക് വിളിക്കും. അതെനിക്കറിയില്ല. അവളുടെ ഉമ്മയും അവളും കൂടി എന്റെ ഫോണിലേക്ക്. അയാൾ എങ്ങനെയോ ജീവിച്ചോട്ടെ, നിങ്ങൾ എന്തിനിപ്പോ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കും? ഞാൻ അന്വേഷിക്കാറില്ല മാഡം. ഞാൻ എന്റെ മക്കളുടെ ചെലവിന് കൊടുക്കാൻ അത് എന്നോട് പറയുന്നതാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടല്ല. സുബൈർ വന്നോന്ന് മാത്രം കാര്യങ്ങളാണ് ഇതിൽ കിടന്ന വിഷയങ്ങൾ. അവനാന്റെ കാര്യം നോക്കുക. കാര്യം എന്റെ കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അല്ല, ഈ പല കുടുംബത്തിലുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്ന് പിണങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വളർത്താൻ കുറെ ആൾക്കാരുണ്ട്. അത് ഒരു ഭാര്യ വിചാരിക്കണം. അവര് പറയുന്നത് ഇവര് ഭാര്യ ഭർത്തൃ ബന്ധമില്ല. പിന്നെ അയാളുടെ പേഴ്സണൽ ഫാമിലി മാറ്റേഴ്സ് പക്ഷെ അവര് ആ പെങ്ങള് വിളിച്ചു പറയണെന്നാ പറയണേ. ഒറ്റ വാക്ക് നിർത്തണം. നിങ്ങൾ എന്തിനാ ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം? ഞാൻ എനിക്കത് അറിയേണ്ട കാര്യമില്ല. ഓൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോട്ടെ. പക്ഷെ എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാതെ എന്തെന്ന് മാത്രം അല്ല എനിക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ല മാഡം. ഇയാളെ കല്യാണം കഴിപ്പിച്ച് കുവൈറ്റിലായിരിക്കുമ്പോ തന്നെ ഈ പെണ്ണിനെ പോയി കണ്ട് പെങ്ങളും ഉമ്മയും ആൾക്കാരും പോയി കണ്ട് ഫോട്ടോയൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്ത് അവിടുന്ന് തന്നെ കല്യാണം അവർ ഉറപ്പിച്ച് വന്ന് എന്റെ ഈ പേപ്പറെ ഒപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കല്യാണം കഴിക്കാതിരുന്നത്.
ഒപ്പിട്ട് കിട്ടിയതിന്റെ 2ാമത്തെ ദിവസം പോയി അയാൾ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിക്കുന്നതിന് 2 ദിവസം മുമ്പ് തലേ ദിവസം 11-12 മണി വരെ ഇയാൾ എന്നെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ ഭയങ്കര പഞ്ചാര വർത്താനായിരുന്നു. കല്യാണം കഴിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം. ഇയാൾ കല്യാണം മെയ് 20 ഇയാൾ കല്യാണം കഴിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ വിളിക്കുകയാണ്. എനിക്കൊരു സ്വസ്ഥതയില്ല. ഇതൊക്കെ ഞാൻ നിന്റെ മക്കളാണ് സത്യം പറഞ്ഞത്. എനിക്കൊരു സ്വസ്ഥതയില്ല. ഞാൻ പിന്നെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ മാഡം ദാറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഗോസ് അഗൈൻസ്റ്റ് ദ വേർഷൻ ഷീ ഗോൺ ഏർലിയർ. ഏതായാലും ഈ കുട്ടി പറഞ്ഞല്ലോ മക്കൾ പോകാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പം ഞാനൊരു ബ്രേക്ക് എടുക്കാം. നമുക്ക് മക്കളോടൊന്ന് സംസാരിച്ച് നോക്കാം. അവരുടെ മാനസികാവസ്ഥ എന്താണെന്നും കൂടെ അറിയണമല്ലോ. അപ്പം നമുക്ക് മക്കളോട് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് വല്ലതും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? ഒരിക്കലും കൊണ്ടുവരില്ല. ഞാൻ അയാളോട് അല്ല, ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ എങ്ങനെ ഇതുണ്ടായി തീരെ ഏത് രീതിയിൽ ഇതുണ്ടായി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേരിലൊന്നും കരുതിയിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ പോകാനും ഉദ്ദേശിക്കണില്ല. എന്റെ എന്തുള്ളത് വെച്ചാൽ ഞാൻ കൊടുക്കും. അത് വേറെ കാര്യം. ആയിക്കോട്ടെ. ശരി, നമുക്ക് മക്കളോട് സംസാരിച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. കുട്ടികളെ നമ്മൾ കണ്ടല്ലോ. കുട്ടികളും അച്ഛനുമായിട്ടുള്ളതും കൂടെ നമ്മൾ കണ്ടു. ഒരു മടിയില്ല കുട്ടികൾക്ക്. നിങ്ങൾ ഇനി പറഞ്ഞ് തിരിപ്പിക്കാതിരുന്നാൽ മതി. ആ മൂത്ത കുട്ടിക്ക് നിങ്ങൾ എന്ത് പേടിയാ? നിങ്ങൾ വല്ലാതെ തല്ലുവോ? ഇല്ല, കുട്ടിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങളെ കണ്ടാ തല്ലും. അത് അമ്മമാർക്ക് ചെയ്യേണ്ട കടമയാണല്ലോ. പിന്നെ അതൊക്കെ അതെ. രണ്ടാമത്തോള് പറയണ്ട വികൃതി കാണിക്കുമ്പോഴേ അമ്മ തല്ലാറുള്ളൂ. അതെ അതെ, എന്തിനാ തല്ലണേന്ന് ചോദിച്ചപ്പോ വികൃതി കാണിക്കേ എന്ന് പറഞ്ഞു രണ്ടാമത്തത്. കുട്ടികൾക്ക് അച്ഛനോട് 2 പേരെയും വേണമെന്നാണ് ആ കുട്ടി പറയുന്നത്. അതെല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു ഇതാണ്. എന്തൊക്കെ പറഞ്ഞാലും വരാം. പിന്നെ അച്ഛൻ്റെ ലാളനയും ശിക്ഷണവും കുട്ടികൾക്ക് കിട്ടിയാലേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി അത് വേണം. നിങ്ങൾ തമ്മിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അത് നമ്മൾ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് പറയും. ഭാര്യയും ഭർത്താവും എന്നുള്ള പ്രശ്നം ശരിക്കും വഴക്കും ബഹളും കുട്ടികളുടെ മുമ്പിൽ വെച്ച്, നിങ്ങൾ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം നിങ്ങളുടെ മുറിയിൽ വെച്ച വഴക്കോ ബഹളോ എന്താന്ന് വെച്ചാൽ ആവാം. പക്ഷേ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആവരുതെന്ന് ഞങ്ങൾ എല്ലാവരോടും പറയണതാണ്, ഇല്ലേ മിസ്റ്റർ ശിവദാസ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും കുട്ടികൾക്ക് അച്ഛനെ പറ്റിയോ അച്ഛൻ ഉമ്മയെ പറ്റിയോ തെറ്റായ ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പക തീർക്കാനുള്ള ഒരു ആൾക്കാരല്ല. അല്ല പറയാ, ഞാൻ പൊതുവേ പറയാം. 2 പേരും ഇയാളുടെ അടുത്ത് ഇനിയിപ്പോൾ കുറച്ചു നേരം ഇരിക്കാൻ പോകണതാണ്. അപ്പോൾ അദ്ദേഹവും അത് ചെയ്യരുതല്ലോ. കുറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വഴി പിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ പോട്ടെ. ഇനിയിപ്പോൾ പഴിചാരിയിട്ട് കാര്യമില്ല. പലതും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ കുട്ടികളുടെ മനസ്സിൻ്റെ ആരോഗ്യം വളരെ വളരെ മുഖ്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ 2 പേരും ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല നിലയ്ക്ക് ആ കുട്ടികൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ സമയത്ത് എന്താ ഒരാഴ്ച മുഴുവനും ഇല്ല, 2 ആഴ്ച ഇപ്പോൾ ഉമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഉമ്മ പറഞ്ഞ് കേട്ട് നന്നായിട്ട് വളരണം എന്ന് നിങ്ങളും ഉപ്പയെ വിഷമിപ്പിക്കരുത്. ഉപ്പ നല്ല ഒരാളാണോ, ഉപ്പയെ വിഷമിപ്പിക്കരുത്, അവരോടൊക്കെ നന്നായി നിൽക്കണം എന്ന് നിങ്ങളും പറഞ്ഞ് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് വളർത്തിയാലേ ആ കുട്ടികളുടെ മനസ്സിൻ്റെ ആരോഗ്യം നല്ല നിലയ്ക്ക് വളരുള്ളൂ. അത് വളരെ മുഖ്യമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പല അബദ്ധങ്ങളും പറ്റിപ്പോയി. നിങ്ങൾ ആദ്യം ചെയ്ത തെറ്റ്, നിങ്ങൾക്ക് ഈ മനുഷ്യനെ ഇഷ്ടമായിരുന്നെങ്കിൽ അത് മര്യാദയ്ക്ക് ഡൈവോഴ്സോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ് ഇയാൾ ലീഗലായിട്ട് കല്യാണം കഴിച്ച് അങ്ങനെ വരാമായിരുന്നു. ഇത് ഈ ഓടിപ്പോലും പിന്നെ ആരും അറിയാതെ കുറച്ചു കാലം താമസിക്കലും ഗർഭം ആയതിനു ശേഷം നിങ്ങൾ മതം മാറലും ഇതൊക്കെ ഇതൊന്നും ശരിയല്ലാത്ത പ്രവൃത്തികളായിരുന്നു. ഏതായാലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങളിങ്ങനെ അകലേണ്ടി വന്നത് എന്നുള്ളത് വളരെ എന്താ പറയുക ഒരു ദൗർഭാഗ്യം തന്നെയാണ്. വേണ്ടിയിരുന്നില്ല, പക്ഷെ എന്നാലും സംഭവിച്ചു പോയി. ഇനി നമുക്കത് പറഞ്ഞ് കാര്യമില്ല. ഇനി നിങ്ങളുടെ 2 പേരുടെയും ശ്രദ്ധ കുട്ടികളാണ്. അപ്പം ഞങ്ങൾ ആ കുട്ടികളോട് ചോദിച്ചു, ഇങ്ങനെ അച്ഛൻ വരും ഞായറാഴ്ച ദിവസം കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു. രണ്ടാമത്തത് മൂത്തത് എന്ന് പറഞ്ഞു. പോണതിന് വിരോധം ഉണ്ടോ ചോദിച്ചപ്പോൾ ഒരു വിരോധവും ഇല്ല. അച്ഛൻ്റെ ഉപ്പയുടെ കൂടെയല്ലേ പറഞ്ഞു. ഉപ്പയുടെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് 2 കുട്ടികൾക്കും. വല്യമ്മ എന്നാ പറയണേ. വല്യമ്മ ഞമ്മ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് തിരിച്ചിങ്ങോട്ട് ഇല്ല, ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾ പറഞ്ഞു ഇതായല്ലേ. അതിപ്പോ ഒക്കെ ഉണ്ടാവും. സ്വന്തമായിട്ട് സങ്കല്പിക്കുന്നതാണ് ഇവര് ഈ പ്രശ്നം. സ്വന്തം സങ്കല്പിക്കുന്നതല്ല മേഡം, ഒരാളുടെ ഭാഗത്ത് തന്നെ നിന്ന് മേഡം സംസാരിക്കല്ലേ. ഞാൻ ഒരു പെണ്ണാണ്,
അല്ല നിങ്ങളെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ രണ്ടുപേരോടും ചേർത്ത് ഇവിടെ വന്നിരിക്കാൻ കാരണം തന്നെ ഈ മനുഷ്യനാണ് കാരണം. തീർച്ചയായിട്ടും അതിലൊന്നും ആർക്കും ഒരു വിരോധവും ഇല്ല. തെറ്റുകൾ ഞാൻ രണ്ടുപേരും, ഞാൻ അതാ പറഞ്ഞത്, തുല്യമായിട്ട് രണ്ടുപേരും തെറ്റുകൾ ചെയ്തു. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ന്യായം പറയും. ഇയാൾ കഴിഞ്ഞ കാലത്ത് കുടിച്ചു നടന്ന സമയത്ത് ഈ വന്ന് അടി കൂടുമ്പോൾ ഈ മക്കളുണ്ടെന്നുള്ള ചിന്തകൾ വേണം. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ന്യായം പറഞ്ഞ ഒരു ന്യായമല്ല മേഡം. എന്റെ ഭാഗത്തൊന്നും ചിന്തിക്കും, എന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. ഞാൻ ഒരു പെണ്ണായിട്ട് ഈ 12 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളെ നോക്കിയിട്ട് ഇത്ര തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഞാൻ ഇല്ലാതൊന്നും പറയുന്നില്ല. നിങ്ങളുടെ, ഞാനും ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണിന്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവും. ഒറ്റയ്ക്ക് 2 പെൺകുട്ടികളെ കൊണ്ട് ഒരു വീട്ടിൽ കഴിയാണ്. ഒരു വാതിൽ പൊളിഞ്ഞു വീഴാനായി വാതിൽ എന്റെ ചേച്ചിയാണ് വന്നിട്ട്, അതുവരെ ഞാൻ വാതിൽ ഞാൻ മേടിച്ചേരും ഒരു ആശാരിനെ കൊണ്ട് വന്നിട്ട് വെച്ചതാന്ന് പറഞ്ഞിട്ട് കൂടി ചെയ്തിട്ടില്ല. പ്രസക്തി എന്റെ ചോദ്യം അതാണ്. എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുക, പിന്നെ ഒരു പിരിഞ്ഞു നിർത്തൽ എന്ത് പ്രസക്തിയുള്ളത് മനസ്സിലാക്കണം. കാരണം ഞാൻ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നോട് സമ്മതം ചോദിച്ചിട്ടാണ് ഇയാൾ പോയി പെണ്ണെട്ടിയത്. ഞാൻ സമ്മതം കൊടുത്തിട്ടാണ് പോയി പെണ്ണെട്ടിയത്. ഒരു സമയത്ത് ഒരാളിനെ നല്ല അത് ഞങ്ങൾ തമ്മിൽ, ഞാൻ മേഡത്തോട് സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങളും കൊണ്ട് ഞാൻ മാനസികമായിട്ട് എനിക്ക് ഒരാൾ സംസാരിക്കൂ, നിൽക്കൂ. മാനസികമായിട്ട് എനിക്ക് പറ്റാത്ത വന്നുകൊണ്ടാണ് ഞാൻ ഇയാളിൽ നിന്ന് അകന്നത്. ഇയാൾ ഇരുന്ന് പറയുന്ന ന്യായമൊന്നും ന്യായങ്ങളല്ല. ഒരു പെണ്ണിനോട് സമീപിക്കും, അത് എങ്ങനെ സമീപിക്കണം എന്ന് ഇയാൾ ചിന്തിക്കണം. കള്ളു കുടിച്ചിട്ട് വരുന്നതും കള്ളു കുടിക്കാതെ വരുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒക്കത്തിനും നീ തയ്യാറാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്റെ മുഖത്ത് നോക്കി പറയണം. എനിക്കിഷ്ടമല്ല, ഞാൻ അതിന് വഴങ്ങാണ്. കാര്യം ചില നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറയണം. സുബൈർ, അത് എനിക്ക് ഇഷ്ടമല്ല. ആ ഒരു രീതി ഒരു ഭാര്യയോട് പറയേണ്ട കാര്യങ്ങൾ ഇയാൾ പോയി പറഞ്ഞ ഇയാളുടെ പെങ്ങളോടാണ്. ആ പെങ്ങളിൽ നിന്നാണ് ഞാനത് കേൾക്കുന്നത്. ഇല്ല, ഞാൻ ഇതിൽ ഒരു കാര്യം, ഞങ്ങൾ കുട്ടികളോട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ അകലാൻ ഒരുപാട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാളുടെ പെങ്ങള് ഒരു കാരണക്കാരിയാണ്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. 2000 പറ്റൂല. 2 മൊത്തത്തിൽ 2000 സമ്മതമല്ല, ഞാൻ സമ്മതിക്കൂല. 2000 രൂപ ഞാൻ കൊടുക്കാണ്. ഈ 2000 രൂപ 1500 ഇയാൾ 2000 ആക്കി. ഇയാൾക്ക് മാസം 20000 രൂപ ശമ്പളം ഉണ്ട്. 20000 രൂപയ്ക്ക് ശമ്പളം ഉണ്ട്. ഇയാൾ നുണ പറയുന്നതാണ്. ഇവര് തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. കൂട്ടൊക്കെയായിരുന്നു. പക്ഷെ അവര് തമ്മിൽ ഒരു വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്, ഏതോ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട്. അതൊക്കെ ഇയാൾക്കറിയാം. അതാ പറഞ്ഞത്, ഞാൻ ആൾക്കാരെ പൈസയുടെ പ്രശ്നം. എന്റെ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുപോയി മാറ്റി വെച്ചിട്ട് പുതിയ എന്റെ പഴയ മതം മാറുന്നതിന് മുമ്പുള്ള ഐഡന്റിറ്റി കാർഡ് അവളെ എടുത്തുകൊണ്ട് പോയിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അവളുടെ കൈ വെച്ചിട്ട് ഒറിജിനൽ എനിക്ക് തന്നു. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അവളുടെ പേര് കേസ് വരെ കൊടുക്കേണ്ടി വന്നു. സ്റ്റേഷനിൽ വന്നിട്ട് ഇയാൾ എനിക്കെതിരെ പറഞ്ഞത്, ഇയാൾ എനിക്കെതിരെ സംസാരിച്ചു. എന്റെ കൂടെ വന്നിട്ട് എനിക്കെതിരെ പെങ്ങളുടെ കൂടെ വന്നിട്ട് സംസാരിച്ചു. അതൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എന്റെ മക്കൾക്ക് ചെലവിന് കിട്ടും. ഈ 1500 രൂപയും കൊണ്ട് എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പറ്റിയാലും വേണം. ഞങ്ങൾ 2 ഷെയർ ചെയ്തിട്ടാണ് ഈ 7 വർഷം ഞങ്ങൾ നോക്കിയത്. ഒരു മോളെ അന്നേരം പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ എല്ലാവിധ സാധനങ്ങളും അടിക്കുന്നതാണ്. ഒരു സ്ത്രീകൾക്ക് വേണമെന്ന് എല്ലാം ഞാൻ അടിച്ചിട്ട് അവിടെ വന്ന് ചോദിച്ചു നോക്കാം. ഞാൻ അടിച്ചിട്ട് തന്നെ 2 മണി രാത്രി വരെ ഇരുന്ന് തയ്ച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ ഇയാൾ കൊണ്ടു തരുന്നത് കൊണ്ട് മാത്രമല്ല. പറഞ്ഞതിലൊരു കാര്യമില്ലേ? സുബൈറിനടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ജസ്റ്റ് 2 പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു, അവരുടെ ഡ്രസ്സുകളൊക്കെ ആവശ്യമുണ്ട്. ഇന്നത്തെ ചെലവൊക്കെ വെച്ചിട്ട് ഈ 1500 രൂപ കൊണ്ട് അവരെങ്ങനെയോ ആ കുട്ടി, എനിക്ക് 2 മക്കൾ കൂടി 5000 രൂപ കിട്ടാതെ ഞാൻ ഒപ്പിട്ട് തരില്ല മേഡം. അത് ഞാൻ തരില്ലേ. 2 മണി അയലോക്കത്ത് വന്ന് ചോദിച്ചു. 2 മണി രാത്രി വരെ ഇരുന്ന് തയ്ച്ചിട്ടും ഉറങ്ങാതെ ഇരുന്ന് തയ്ച്ചിട്ടുമാണ് ഞാൻ ഇന്ന് എന്റെ മക്കളെ 1200 രൂപയാണ് സ്കൂളിലെ വണ്ടി പൈസ തന്നെ കൊടുക്കാൻ. അത് ഞാൻ എന്റെ ചേച്ചിമാരോട് തെണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എന്റെ ചേച്ചിമാര് പറഞ്ഞ പഴയ മതത്തിലേക്ക് വായു മക്കളെയായിട്ട് ഞങ്ങൾ നോക്കിക്കോളാന്നാ പറഞ്ഞത്. ഇയാൾ അത് സമ്മതം തരട്ടെ, ഇയാളുടെ മക്കളെ പഴയ മതത്തിലേക്ക് ആക്കാൻ. ഇതിനൊക്കെ വഴി ഒരുക്കിയത് ഇയാൾ തന്നെയാണ്. ഇയാൾ തന്നെ വഴി ഒരുക്കിയത്. വഴി ഒരുക്കിയില്ല എന്നുള്ളതല്ല, മക്കള് നിങ്ങളുടെയാണെന്നുള്ളതാണ്. ഒരു 2000 രൂപ ഞാൻ കൊടുക്കുക. 2000 പറ്റൂല. 2 മൊത്തത്തിൽ 2000 സമ്മതമല്ല, ഞാൻ സമ്മതിക്കൂല. നീ സമ്മതിക്കണ്ട. 2000 രൂപ ഞാൻ കൊടുക്കാണ്. ഈ 2000 രൂപ 1500 ഇയാൾ 2000 ആക്കി. ഇയാൾക്ക് മാസം 20000 രൂപ ശമ്പളം ഉണ്ട്. 20000 രൂപയ്ക്ക് ശമ്പളം ഉണ്ട്. ഇയാൾ നുണ പറയുന്നതാണ്. യൂണിയൻ പണി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്. ഇയാളുടെ പെങ്ങൾ എന്നോട് സകല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ പണി ഗവൺമെന്റ് പണിയാണ്, മാസം ഒരു ശമ്പളം ഉണ്ട്. നിന്റെ മക്കൾക്ക് അതായത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ 2 മാസം ആയിട്ടുള്ള 6 മാസം കഴിഞ്ഞിട്ടാണോ? അതൊക്കെ നുണ പറയുന്നതാണ്. ഇയാൾക്ക് പെർമനന്റ് ജോലി അറിയാത്ത കാര്യമാണ്. ഞാൻ നുണയാണോ സത്യമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സുബൈറിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ.
സുബൈർ, ഇപ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾ പിണങ്ങിയിട്ടില്ല എന്ന് വെച്ചോ, ഒരു ഇമാജിൻ ചെയ്യും, പിണങ്ങിയിട്ടില്ല, ഒരുമിച്ച് താമസിക്കുകയാണ്. ഈ പെൺകുട്ടികളെ രണ്ടുപേരെയും സ്കൂളിൽ വിടണ്ടേ? തീർച്ചയായിട്ടും അവരുടെ ബസ്സിന്റെ കാശ് കൊടുക്കണ്ടേ? നിങ്ങൾ കൊടുക്കൂലേ? അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കൂലേ? കൊടുക്കുമല്ലോ. അവർക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കൂലേ? കൊടുക്കുമല്ലോ. ഇത് നിങ്ങളുടെ മക്കളും കൂടെ ആണല്ലോ, അല്ലേ? അപ്പൊ ഇതും കൂടെ നമ്മൾ കണക്കാക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് 1000 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിലെ ഫീസ് കൊടുക്കാതിരിക്കുമോ? അല്ല, അങ്ങനല്ല. അപ്പൊ നമ്മളൊരു ന്യായമായ കാര്യം തന്നെ കാര്യം ഇത്ര അധികം ഞാൻ ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും ഈ ഇവിടെ പറഞ്ഞ് തയ്ച്ചുണ്ടാക്കുന്ന സംഭവം ശരിയാണ്. ഓള് തയ്ച്ചുണ്ടാക്കും. ഈ ഞാനും കൂടെ ആകുമ്പോ അത് വലിയൊരു സമ്പാദ്യമാവും, കാര്യങ്ങൾ മുന്നോട്ട് പോകും, നല്ല രീതിയിൽ പോകും. ഇതിനൊക്കെ ഇത് ഇങ്ങനെ ഒരു ഭാവി തലമുറ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് മക്കളുണ്ട്. ഈ മക്കളെ ഇന്നമാതിരി ഒരാളെ കൊണ്ട് നോക്കിയാൽ ഞാൻ മരിച്ചു പോയാലും അല്ലെങ്കിൽ മറ്റുള്ള സംഭവിച്ചാലും ഒരാൾക്ക് 2 മക്കളെ വളർത്താൻ പറ്റില്ല. അത് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2 പെൺകുട്ടികളെ ഒരാൾക്ക് ഒരു അമ്മക്ക് വളർത്താൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് നന്നായി മനസ്സിലാകുന്ന പേരിലാണ് ഞാൻ ഈ വാശി പിടിക്കുന്നത്. കാരണം വെച്ചാൽ എന്നെ ഒഴിവാക്കിയത് ഏത് നാണയത്തുണ്ട്? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. എന്നെ ഒഴിവാക്കിയത് എന്ത് കാരണം കൊണ്ടാണോ ആ കാരണം കൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒഴിവായി. മനസ്സിലാക്കണം. കാരണം വെച്ചാൽ എൻ്റെ പൈസ, എൻ്റെ പിച്ചക്കായി കണ്ടിട്ടല്ല എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത്. എനിക്ക് വളർത്താനുള്ള തൻ്റെ ആ തൻ്റെ ഓളിക്ക് കാണിച്ചു തരണം. അല്ല, നിൽക്കൂ. ഓക്കെ, അപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾ തമ്മിൽ പിണങ്ങി. ഓക്കെ, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ സഫർ ചെയ്തോട്ടെ എന്നാണ്, കുട്ടികൾ കഷ്ടപ്പെട്ടോട്ടെ എന്നാണ്. അപ്പൊ പിന്നെ അവരെന്ത് പറഞ്ഞു എന്നുള്ളതാണോ നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറയണ കേൾക്കൂ, എന്നിട്ട് മറുപടി പറയാം. ലൈല ആയിട്ട് നിങ്ങൾ പിണങ്ങി, ഓക്കെ. പക്ഷെ അതിൻ്റെ പേരിൽ സഫർ ചെയ്യുക അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോകുന്ന ആരാ? നിങ്ങളുടെ മക്കളാണ്. അവരോടുള്ള വാശി നിങ്ങൾ മക്കളോട് തീർക്കാമോ? തെറ്റല്ലേ അത്? അവര് പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് കറക്റ്റ്. എൻ്റെ കൂടെ താമസിക്കാത്ത നിനക്ക് എന്തിനാ ഇനി ഞാൻ കാശ് തരണമെന്ന് ചോദിച്ചാൽ നിയമം മാത്രമേ അതിനകത്തുള്ളൂ. അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ മക്കൾ നന്നായിട്ട് വളരണം, നല്ല മാനസിക ആരോഗ്യത്തോടു കൂടെ വളരണം, നല്ല കുട്ടികളായിപ്പോൾ. ഇതുവരെ യാതൊരു രീതിയിൽ ആ കുട്ടികൾ ഇതായിട്ടില്ല, കാരണം നല്ല മിടുക്കികളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മുന്നിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സ്കൂൾ ഫീസ് കൊടുക്കണം. പിന്നെ ഇതൊക്കെ ഇപ്പം അവർ കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ നന്നായിട്ട് വളരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഉണ്ട്. അതിന് ഇതിന്റെ സാമ്പത്തിക ഭദ്രത അത്രയും ഓക്കെ, അത് വേണ്ട. പക്ഷെ നിങ്ങളിപ്പോൾ ഇവരുടെ ഈ കുട്ടികളുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യും? ഞാൻ പിന്നെ എനിക്ക് മറിച്ച് ബാക്കിക്ക് നോക്കേണ്ട കാര്യമല്ലോ. ഇപ്പോഴും നിങ്ങളുടെ കുട്ടികൾ തന്നെയല്ലേ? അതെ. ഇപ്പൊ ഇവിടെ സംസാരിച്ചത് മുഴുവനും ഞങ്ങൾ വരെ അംഗീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികളാണ്. അത് എന്റെ കുട്ടികളാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ പിന്നിലോട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ? ഇപ്പൊ എനിക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാൻ വേറൊരു കുടുംബമായി അവരെ സംരക്ഷിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ ഇപ്പൊ പറഞ്ഞല്ലോ 2 കുട്ടികളെ എനിക്ക് തന്നേരെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സംരക്ഷണം തന്നെ ഞാൻ കൊടുക്കും. ഏത് സംരക്ഷണം? ഈ 1500 രൂപ നിങ്ങൾ പറഞ്ഞ സംരക്ഷണം അല്ലല്ല, നിങ്ങൾ പറഞ്ഞ സംരക്ഷണം ഞാൻ കൊടുക്കും. അത് ഇപ്പോഴും കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ കൊടുക്കും. പക്ഷെ അതിന് ഇവര് അതിനൊരു തയ്യാറായി ഇതിനകത്ത് വരുന്നില്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ ഈ ലൈല എന്ന് പറയുന്ന സ്ത്രീ ഇതിനകത്ത് വരുന്നില്ല. നിങ്ങളുടെ കുട്ടികളും അച്ഛനും തമ്മിലുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. അത് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞ് ഞാൻ ആ കുട്ടികളെ നന്നായിട്ട് വളർത്തണോ വേണ്ടയോ? വളർത്തണം, അത് ഞാൻ ചെയ്യും. അതിനുള്ള ഒരു പ്രാപ്തി ഇന്ന് എനിക്ക് ആയിട്ടില്ല. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ ആ കുട്ടികളെ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയെഴുതി ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.